ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്, അതായത് കൺവെയൻസ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് കൺജങ്ക്റ്റീവ് യൂസ് ഓഫ് വാട്ടർ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കൺജങ്ക്റ്റീവ് യൂസ് ഓഫ് വാട്ടർ. എന്താണ് കൺജങ്ക്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്ന്? It refers to simultaneous use of surface water and groundwater to meet the crop demand. ക്രോപ്പ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫേസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു സമയം ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കൺജങ്ക്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സർഫേസ് വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മുടെ റെയിൻ വാട്ടർ, അതാണ് സർഫേസ് വാട്ടർ. അല്ലെങ്കിൽ പോണ്ട്, ലേക്ക്, അങ്ങനെയുള്ള വാട്ടർ ബോഡീസിലെ വെള്ളമാണ് സർഫേസ് വാട്ടർ. അപ്പം ആ സർഫേസ് വാട്ടറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തുപയോഗിക്കും? ഗ്രൗണ്ട് വാട്ടറും ഉപയോഗിക്കും സൈമിൾട്ടേനിയസ് ആയിട്ട്. The conjunctive management, by contrast, refers to efforts planned at the scheme and basin levels to optimize productivity, equity, and the environmental sustainability by simultaneously managing surface and groundwater resources. ഇപ്പോൾ കൺജങ്ക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ രണ്ട് സോഴ്സസ്, അതായത് സർഫസ് വാട്ടർ റിസോഴ്സസിനെയും ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിനെയും നമ്മൾ ഒരേപോലെ മാനേജ് ചെയ്യുകയാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ടു ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, നമ്മുടെ ഇക്വിറ്റി, നമ്മുടെ മണി, നമുക്ക് കിട്ടുന്ന ലാഭം കൂട്ടാനായിട്ടും. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലാഭം കൂടും. ആൻഡ് ഫോർ എൻവറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പം നമ്മൾ സർഫസ് വാട്ടർ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? അതിൻ്റെ ഡിപ്ലീഷന് കാരണമാകും. ഗ്രൗണ്ട് വാട്ടർ തന്നെ ഉപയോഗിച്ചാലും അതിൻ്റെ ഡിപ്ലീഷന് കാരണമാകും. അപ്പം ഇത് രണ്ടും കൂടി ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ആ എടുക്കുന്ന ഓരോ സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലേ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പം അതൊരു എൻവറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയെ സഹായിക്കും. അപ്പം ഇതാണ് കൺജങ്ക്റ്റീവ് വാട്ടർ യൂസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഇംപ്രൂവ്സ് ദ വാട്ടർ പ്രൊഡക്ടിവിറ്റി. അതായത് വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വെള്ളത്തിൽ നിന്നും നമുക്ക് എത്ര യൂണിറ്റ് ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ വാട്ടർ പ്രൊഡക്ടിവിറ്റിയെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെ കൺജങ്ക്റ്റീവ് വാട്ടർ യൂസ് വഴി. Conjunctive management occurs when the system administrators control the ground and surface water simultaneously. It may be achieved by modifying the configuration of the surface system and its operating procedures. ഞാൻ ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു, നമുക്കൊരു ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട് അല്ലേ, നമുക്കൊരു മെയിൻ പമ്പ് ഉണ്ട്. അവിടുന്ന് നമുക്ക് പല ചാനൽസ് വഴി നമ്മുടെ ഫാം ഏരിയയിലോട്ട് വരും. ഫാമിലൂടെയുള്ള ചെറിയ ഡിച്ചസ് വഴി അല്ലെങ്കിൽ ഫറോസ് വഴിയൊക്കെ നമ്മുടെ ഓരോ ഫാം ലാൻഡിലേക്ക് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ലാൻഡിലേക്ക് നമ്മൾ വെള്ളം എത്തിക്കും. അതൊരു എക്സ്റ്റൻസീവ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം ആ മുഴുവൻ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ അഡ്മിനിസ്ട്രേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ റിസോഴ്സസിൽ നിന്ന് എടുക്കുന്ന കൂട്ടത്തിൽ, ഇപ്പം ഒരു പോണ്ട് റിസോഴ്സാണ് ഉള്ളതെങ്കിൽ ആ റിസോഴ്സിൽ നിന്ന് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു വെല്ലിൽ നിന്നും നമ്മൾ വെള്ളം എടുക്കണം. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് കമ്പൈൻ ചെയ്ത് വാട്ടർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ വാട്ടർ പ്രൊഡക്ടിവിറ്റിയെയും കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ സർഫസ് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും മോഡിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു സിസ്റ്റം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് കൺജങ്ക്റ്റീവ് വാട്ടർ യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A key characteristic of conjunctive use is that it usually aims to use a very large natural groundwater storage associated with most aquifers to buffer the water supply availability against the high flow variability and drought propensity of many surface water courses, making it especially important for the mitigation of climate change impacts, which in many scenarios will lead to increased intensity of droughts. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഡ്രൗട്ട് ഉണ്ടാവാനുള്ള സാധ്യത, വരൾച്ച ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലേ. മിക്ക സമയത്തും നമുക്ക് വെള്ളമില്ലാത്ത അവസ്ഥയാണ്
ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ സർഫസ് വാട്ടർ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സർഫസ് വാട്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോപ്പിനെ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരും മെനി പ്ലേസസിലും. അതായത് ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിലും നമുക്ക് എല്ലായിടത്തും ഒരുപോലെയല്ല മഴ കിട്ടുന്നത്. അപ്പം മഴ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് വാട്ടറിൻ്റെ അവൈലബിലിറ്റി, സർഫസ് വാട്ടറിൻ്റെ അവൈലബിലിറ്റിയും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഈ ഒരുപാട് കുഴൽ കിണറും കാര്യങ്ങളൊക്കെ കുറിച്ച് ഗ്രൗണ്ട് വാട്ടറും ഡിപ്ലീഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ മഴ പെയ്യുന്നത് വഴി ഗ്രൗണ്ട് വാട്ടർ റീചാർജും സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സർഫസ് വാട്ടർ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജും ആക്സസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രൗട്ട് മൂലമുണ്ടാകുന്ന ക്രോപ്പ് ഫെയിലിയേഴ്സ് നമുക്ക് കുറേയൊക്കെ മാറ്റാനായിട്ട് പറ്റും. The second important feature is that the conjunctive use is often the best way to confront some of the serious problems of groundwater salinization and soil water logging on alluvial plains. കൺജങ്ക്റ്റീവ് യൂസ് വഴി നമുക്ക് വേറെ 2 പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനായിട്ട് പറ്റും. ഒന്ന് ഗ്രൗണ്ട് വാട്ടർ സലൈനൈസേഷൻ. അപ്പം ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറാണ് അല്ലേ. അപ്പം അതിലേക്ക് സോൾട്ട് ഇറങ്ങി അതിനെ ഉപ്പ് രസം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് പല സ്ഥലങ്ങളിലും, എല്ലായിടത്തും അല്ല, പല സ്ഥലങ്ങളിലും. അതായത് ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ, മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള ഇടങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ സലൈനൈസേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കൺജങ്ക്റ്റീവ് യൂസ് വഴി സാധിക്കും. അതുപോലെ തന്നെ സോയിൽ വാട്ടർ ലോഗിങ്ങും, അതായത് വാട്ടർ ലോഗിങ്ങും നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഒന്ന്, ഡ്രൗട്ട് പോലുള്ള സീരിയസ് പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റും. 2, ഗ്രൗണ്ട് വാട്ടർ സലൈനൈസേഷനും സോയിൽ വാട്ടർ ലോഗിങ്ങും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ബെനഫിറ്റ്സ് ഓഫ് കൺജങ്ക്റ്റീവ് വാട്ടർ യൂസ്? The agricultural production can usually be increased considerably without compromising the groundwater use sustainability through the improvements in overall cropping intensity and irrigation water productivity. അപ്പം നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും പ്രൈം പൊട്ടൻഷ്യൽ ബെനഫിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ബൈ ഇംപ്രൂവിങ് ദ ഓവറോൾ ക്രോപ്പിംഗ് ഇൻറ്റൻസിറ്റി. നമുക്ക് ഒരു യൂണിറ്റ് ഓഫ് ലാൻഡിൽ നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നതിലും കൂടുതൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ഇറിഗേഷൻ വാട്ടർ പ്രൊഡക്ടിവിറ്റി, ഇറിഗേഷൻ വാട്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് അതുപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓവറോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Fully planned and managed conjunctive use offers the possibility of being able to control water table depth. നമ്മൾ കറക്റ്റായിട്ട് കൺജങ്ക്റ്റീവ് യൂസ് ആ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഡെപ്ത്ത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് എൻജിനീയർഡ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾസ് ഇൻ ദി കമാൻഡ് ഏരിയ ഓഫ് ദി കൺജങ്ക്റ്റീവ് യൂസ് ഇറിഗേഷൻ സ്കീംസ് ആർ. അപ്പം ഓരോ ഡെപ്ത് അനുസരിച്ചുള്ള കൺജങ്ക്റ്റീവ് യൂസ് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഡെപ്ത് അനുസരിച്ചുള്ള ഇറിഗേഷൻ സ്കീമിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0.06 മീറ്റർ, അതിൽ താഴെയാണ് നമ്മുടെ വാട്ടർ ടേബിൾ ഡെപ്ത് എങ്കിൽ only beneficial for some specialized crop. അതായത് നമ്മുടെ വാട്ടർ ടേബിളിൻ്റെ ഡെപ്ത് 0.06 മീറ്റേഴ്സിനേക്കാളും താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലാ ക്രോപ്പിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചില സ്പെഷ്യലൈസ്ഡ് ക്രോപ്പിന് മാത്രമേ ഈ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വിത്ത് മേജർ soil water logging and soil salination hazard, important non-beneficial evaporation losses, increased health hazard from malaria and liver flu and sanitation difficulties. ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് അവർ പറയുന്നത്. കുഴപ്പമില്ല. 0.06 മുതൽ 1.60 മീറ്റേഴ്സിലാണ് നമ്മുടെ വാട്ടർ ടേബിൾ എങ്കിൽ ദാറ്റ് ഈസ് ദ ഒപ്റ്റിമം ഫോർ വൈഡ് റേഞ്ച് ഓഫ് ക്രോപ്സ്. അപ്പം അത് ഓർത്തിരിക്കുക. 0.06 മുതൽ 1.06 വരെയുള്ള ആ ഡെപ്തിലാണ് നമ്മുടെ ക്രോപ്പിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ടേബിൾ ഡെപ്ത് എന്ന് പറയുന്നത്. ബട്ട് ഇഫ് സിഗ്നിഫിക്കൻറ്റ് മൈക്രോ റിലീഫ് മേ സ്റ്റിൽ ബി എ പ്രോബ്ലം above problems related to water logging occurring in land depressions. അതായത് കുഴിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വാട്ടർ ലോഗിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Then if it is more than 1.6 meters, it is also suitable for most of the crops except with the high water using species, but risk of drought stress and groundwater pumping caused
പ്രോഗ്രസീവ്ലി ഇൻക്രീസ്. അപ്പം ലെസ് ദാൻ 0.06 മീറ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, അതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കുറച്ച് മുകളിലാണ്, ഷാലോ ആണ്. അപ്പം നമുക്ക് മോസ്റ്റ് ഓഫ് ദി ക്രോപ്സിന് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കവിടെ വാട്ടർ ലോഗിങ് ഹസാർഡ്സ്, പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ, അതായത് മലേറിയ പോലുള്ള അസുഖങ്ങളെല്ലാം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വാട്ടർ ടേബിളിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി 0.06 മുതൽ 1.6 ആണ് നമ്മുടെ റേഞ്ച് എങ്കിലുണ്ട്, അവിടെ നമുക്ക് അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച്. എന്നാലും വാട്ടർ ലോഗിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ മോർ ദാൻ 1.6 മീറ്റേഴ്സ് ആണെങ്കിൽ നല്ല താഴ്ചയുണ്ടാവും. അപ്പം എന്നാലും അത് ക്രോപ്പിന് ഉപയോഗിക്കാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡ്രൗട്ട് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ പമ്പ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് വാട്ടർ ടേബിൾ ഡെപ്ത്സ്. ഓരോ അഗ്രികൾച്ചർ സ്കീമിലുള്ള വാട്ടർ ടേബിൾ ഡെപ്ത്സ് വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ദ മോസ്റ്റ് ambitious ഓഫ് ദി planned conjunctive use schemes of agricultural irrigation, abstraction from the respective source can be optimized not only with respect to surface water resource availability and distribution, but also with respect to reducing the evaporative losses in surface water storage reservoirs and minimizing the actual energy costs of irrigation. നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, നമുക്ക് ടോട്ടലായിട്ടുള്ള ഇറിഗേഷൻ്റെ, അതായത് വെള്ളം എടുക്കുന്നതിൻ്റെ ആ കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും ഉപയോഗിക്കുമ്പോൾ. പിന്നെ അതുമൂലം നമുക്ക് ഇവാപറേറ്റീവ് ലോസസ് കൺസിഡറബിൾ ആയിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. സർഫസ് വാട്ടറിൽ നിന്നുണ്ടാകുന്ന ഇവാപറേറ്റീവ് ലോസസ് നമുക്ക് കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. On alluvial plains downstream of major urban areas, large quantities of only partially treated wastewater are often available for agricultural irrigation. അപ്പോൾ അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UP ആ സ്ഥലമാണ് അലൂവിയൽ പ്ലെയിൻസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ അർബൻ ഏരിയാസിൻ്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും അവർ വേസ്റ്റ് വാട്ടറാണ് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ വെള്ളമില്ല. അപ്പോൾ വേസ്റ്റ് വാട്ടറിനെ റിഫൈൻ ചെയ്തിട്ടാണ് ഇറിഗേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദിസ് റിക്വയർസ് കെയർഫുൾ സ്പേഷ്യൽ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ to maximize the groundwater resource benefits while minimizing the groundwater pollution risk. അപ്പോൾ നമ്മൾ അവിടെ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ്, അതാണ് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ. അപ്പോൾ അതിൽ നിന്നും വാട്ടർ മാക്സിമൈസ് ചെയ്ത് എടുക്കുക വേണം. പക്ഷേ പ്രശ്നം എന്താ പറയുക, ഗ്രൗണ്ട് വാട്ടറിൽ, അതായത് നമ്മൾ വേസ്റ്റ് വാട്ടർ എടുക്കുമ്പോഴത്തേക്കും സർഫസിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഈ ഗ്രൗണ്ട് വാട്ടറിൽ പൊല്യൂഷൻ ഉണ്ടാവാതെയും ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് കൺജങ്ക്റ്റീവ് യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്, സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ നമുക്ക് ഒരൊറ്റ ടേബിളിലായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. ക്ലിയർ അല്ലെന്ന് തോന്നുന്നു, നിങ്ങൾ ടെക്സ്റ്റിലെ പിക്ചർ ആട്ടോ ഇത്. അപ്പം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ ബെനഫിറ്റ്സ് എന്ന് ഒറ്റ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് കൺജങ്ക്റ്റീവ് യൂസ് ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഫോർ ഇറിഗേറ്റഡ് അഗ്രികൾച്ചറിൽ ആദ്യത്തേത് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് വാട്ടർ സെക്യൂരിറ്റി. വാട്ടറിൻ്റെ സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ അതിൽ നിന്ന് വരുന്നതാണ് എക്സ്പാൻഷൻ ഓഫ് ക്രോപ്ഡ് ലാൻഡ് വിത്തിൻ ഓർ എറൗണ്ട് ദ കമാൻഡ് ഏരിയ. കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്ടർ ഷെഡ് പ്രോഗ്രാം എടുക്കുമ്പം ആ കനാലിനോട് അടുത്തുള്ള, അല്ലെങ്കിൽ ഒരു കനാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കനാലിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് ഇറിഗേറ്റ് ചെയ്യുന്ന സ്ഥലം മൊത്തത്തിൽ പറയുന്ന പേരാണ് കമാൻഡ് ഏരിയ. അപ്പോൾ ആ കമാൻഡ് ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ വെള്ളം കൊടുക്കുമ്പം കൂടുതൽ ക്രോപ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? കൂടുതൽ ഏരിയയിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ റേഞ്ച് ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ്. നമ്മൾ ഹൈ വാല്യൂ ക്രോപ്സ് എന്ന് വെച്ചാൽ ക്യാഷ് ക്രോപ്സ്, ബനാന, നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രോപ്സിനെയാണ് നമ്മൾ ഹൈ വാല്യൂ ക്രോപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കുരുമുളക്, ദെൻ ബനാന, അങ്ങനെയുള്ള വിളകളെയാണ് നമ്മൾ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ പ്രിസിഷൻ ഇറിഗേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ക്രോപ്സ് കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇറ്റ് ഇൻക്രീസസ് ദ പ്രിസിഷൻ ഓഫ് വാട്ടർ ഡെലിവറി. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വെള്ളം കൊടുക്കുമ്പം നമ്മുടെ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന വെള്ളം
ത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ പ്ലാന്റ് എടുക്കുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ്റെ ഒക്കെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത്, കൂടുതൽ വാട്ടർ വേസ്റ്റ് ആയി പോകുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇറിഗേഷൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഓരോ ക്രോപ്പിനും അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ പ്ലാന്റിനും കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പ്രിസൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് റെഡ്യൂസസ് ദ സോയിൽ വാട്ടർ ലോഗിങ് ആൻഡ് സലൈനേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സലൈനൈസേഷനും വാട്ടർ ലോഗിങ്ങും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് ഓഫ് മലേറിയ ആൻഡ് വാട്ടർ റിലേറ്റഡ് ഡിസീസസ്, വാട്ടർ മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ വാട്ടർ ബോൺ ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വാട്ടർ ലോഗിങ് കുറയല്ലേ. എലിമിനേഷൻ ഓഫ് സലൈനിറ്റി പ്രോബ്ലംസ് ഇൻ ഷാലോ അക്വിഫേഴ്സ്. അക്വിഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിന് അടിയിലോട്ട് വെള്ളം ഇറങ്ങിപ്പോകുന്ന ആ ചാനൽസാണ് അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് വെള്ളം പോകുമല്ലോ, വെള്ളം പോകുന്ന വഴിയാണ് അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സലൈനായിട്ടുള്ള വെള്ളമാണ് വരുന്നതെങ്കിൽ ഈ സോൾട്ട് വന്ന് ഈ പോർസൊക്കെ അടയാനായിട്ട് സാധ്യതയുണ്ട്. മണ്ണിൽ മുഴുവൻ പോറുകളുണ്ടല്ലോ, ആ പോർസ് അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പിന്നീട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ചെടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കിട്ടത്തില്ല, വളം അവർക്ക് വലിച്ചെടുക്കാനും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ ചെടി വാടി കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ഈ കൺജങ്ക്റ്റീവ് യൂസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് ഇൻക്രീസസ് ദ ബഫർ സ്പേസസ് ഇൻ ദി സബ്സോയിൽ ലെവലിൽ ബഫർ സ്പേസ്, പോർ സ്പേസസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. അപ്പം ഓവറോളായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. എന്തൊക്കെ പ്രൊഡക്ടിവിറ്റി? ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ വാട്ടർ പ്രൊഡക്ടിവിറ്റിയും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കൺജങ്ക്റ്റീവ് യൂസ് ഓഫ് സർഫേസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഫോർ ഇറിഗേറ്റഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സോ ഇത് നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Okay, thank you.